എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ആനയുടെ ചിത്രങ്ങളോ പ്രതിമകളോ വെക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരും. ഇവ ശക്തി, ജ്ഞാനം, സമൃദ്ധി, സംരക്ഷണം എന്നിവയുടെ പ്രതീകമാണ്. തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആനയുടെ ചിത്രങ്ങൾ വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായി വെക്കുന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും. ദാമ്പത്യ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി 2 ആനകളുടെ രൂപങ്ങൾ കിടപ്പുമുറിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികളുടെ പഠനമുറിയിൽ ആനയുടെ ചിത്രങ്ങൾ വെക്കുന്നത് ഏകാഗ്രതയും ബുദ്ധിയും വർദ്ധിപ്പിക്കും. വാസ്തുശാസ്ത്രപ്രകാരം ആനയുടെ ചിത്രങ്ങൾ വടക്ക് കിഴക്ക് ദിശയിലേക്ക് നോക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു ആനയുടെ പ്രതിമ വെക്കുന്നത് പതിവുണ്ട്. എന്നാൽ ഇത്തരം പ്രതിമകളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ അവയുടെ ഫലങ്ങളെക്കുറിച്ചോ ആർക്കും ഒരു ധാരണയില്ല. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ ഗണപതിയെയാണ് ആനയായി കാണുന്നത്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും ആനയുടെ പ്രതിമ ഉത്തമമാണ്. എന്നാൽ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രതിമകൾ വയ്ക്കുന്ന രീതി കൃത്യമായിരിക്കണം. പ്രതിമയുടെ സ്ഥാനം കൃത്യമാണെങ്കിൽ കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകും. നിങ്ങളെ വീടിൻ്റെ സ്വീകരണമുറിയിൽ ആനയുടെ പ്രതിമ വെക്കുന്നത് ഉത്തമമാണ്. വീടിൻ്റെ വലിപ്പമനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള പ്രതിമകൾ വയ്ക്കാം. വീട്ടിൽ ആനയുടെ പ്രതിമ വെച്ചാൽ ദുർശക്തിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. കുടുംബത്തിൽ അമ്മയും മകനുമായുള്ള ബന്ധം ശക്തമാക്കാൻ 2 ആനയുടെ പ്രതിമകൾ ഗൃഹത്തിൽ സൂക്ഷിക്കുക. അത് വളരെ നല്ലതാണ്. കുട്ടികളുടെ മുറിയിൽ ആനയുടെ കളിപ്പാട്ടങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ കുട്ടികൾ പഠിക്കുന്ന മേശയുടെ സമീപത്ത് തന്നെ ഇവ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ ഓഫീസിലെ ക്യാബിൻ്റെ വാതിൽ ആനയുടെ ചിത്രങ്ങൾ വയ്ക്കുക. വാസ്തുശാസ്ത്രത്തിൽ ആന പ്രതിമകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്രത്തിൽ ആന പ്രതിമകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അവ ജ്ഞാനം, ശക്തി, സമൃദ്ധി എന്നിവയുടെ പ്രതീകങ്ങളാണ്. വീട്ടിൽ ശരിയായ രീതിയിൽ ആനകളെ വയ്ക്കുന്നത് പോസിറ്റീവ് എനർജി, ഐശ്വര്യം, ഭാഗ്യം എന്നിവ കൊണ്ടുവരും. ഹിന്ദു പുരാണങ്ങളിൽ ആനകളുടെ പ്രതിരൂപങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആനകളുടെ പ്രതിരൂപങ്ങൾ ശക്തി, അന്തസ്സ്, ഗാംഭീര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തടസ്സങ്ങൾ ഇല്ലാതാക്കി സന്തുലിതാവസ്ഥ സ്ഥാപിക്കുമെന്നാണ് വിശ്വാസം. ആനയുടെ പ്രതിമ വീടിനും ഓഫീസുകൾക്കും ഉപയോഗിക്കുന്ന നിറം, മെറ്റീരിയൽ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വീടിൻ്റെ പ്രവേശന കവാടത്തിൽ വെക്കുന്ന ആന ഭാഗ്യവും ഊർജവും കൊണ്ടുവരണമെങ്കിൽ ആന വടക്കോട്ട് അഭിമുഖമായിട്ട് വെക്കണം. വീട്ടിൽ വെള്ളി കൊണ്ടുള്ള ആനയുടെ പ്രതിമകൾ സമൃദ്ധി ആകർഷിക്കുന്നു. വടക്ക് ദിശയെ ശുദ്ധമായ വെള്ളിയിൽ നിർമ്മിച്ച ആനയുടെ പ്രതിമ അനുഗ്രഹം നേടാനും പണം ആകർഷിക്കാനും വളരെ നല്ലതാണ്. വീടിൻ്റെയോ ജോലിസ്ഥലത്തിൻ്റെയോ ലോക്കറിൽ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു വെള്ളി ആനയുടെ പ്രതിമ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പണത്തെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.